വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നതാണ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. എന്ന് വെച്ചാൽ ഏത് കമ്പ്യൂട്ടർ ആണെങ്കിലും അത് നമ്മളുടെ ഡെസ്കിലിരിക്കുന്ന കാൽക്കുലേറ്റർ ആണെങ്കിലും ഏറ്റവും വലിയ ഡേറ്റ സെന്റേഴ്സ് ആണെങ്കിലും അവർക്കൊക്കെ ചില കാര്യങ്ങൾ ഇൻ കോമൺ ആയിട്ടുള്ളത് ഉണ്ട്. ആ കാര്യങ്ങൾ എന്താണ്? അവരുടെ മെമ്മറി, അവരുടെ കൺട്രോൾ സിസ്റ്റംസ്, അവരുടെ ALUs. അപ്പൊ ഇവരെ നമ്മൾ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ ബ്ലോക്സ് എന്നാണ് പറയാ. ഈ ബ്ലോക്സ് പരസ്പരം എങ്ങനെയാണ് കണക്ട് ആവണത്, അവർ പരസ്പരം എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യണേ, അതാണ് നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. സോ നമ്മളുടെ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓർഗനൈസ് ആയി ഓർക്കുന്നത്? സോ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് പ്രോസസ്സിംഗ് ഡിവൈസ്. എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് ഫോമിൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഇറ്റ് പ്രോസസ്സസ് റോ ഡേറ്റ ഇൻ ടു മീനിങ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മളുടെ മോസ്റ്റ് കമ്പ്യൂട്ടേഴ്സിനെ 1 and 0 മാത്രം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് പോകുന്ന എല്ലാ ഇൻഫർമേഷനും ബൈനറി ഫോമിൽ ആണ്. എന്ന് വെച്ചാൽ ഒരു 1ഉം 0യുടെ ഒരു സീക്വൻസിലാണ് ഈ ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിലേക്ക് പോണത്. അതിൽ നിന്ന് മീനിങ് ഇൻഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഫോമിൽ ആ ഇൻഫർമേഷൻ പ്രസന്റ് ചെയ്യുക. അതാണ് നമ്മളുടെ പ്രോസസ്സിങ്ങിന്റെ പർപ്പസ്. യൂസസ് ഓർഗനൈസ്ഡ് അറേഞ്ച്മെന്റ് ഓഫ് ഹാർഡ്വെയർ കോമ്പോണൻസ്. എന്ന് വെച്ചാൽ ഈ പ്രോസസ്സിംഗ് അച്ചീവ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് ഹാർഡ്വെയറിന്റെ ആവശ്യമുണ്ട്. നമ്മൾക്ക് മെമ്മറി ആവശ്യമുണ്ട്, നമ്മൾക്ക് പ്രോസസ്സിംഗ് ആവശ്യമുണ്ട്, ഈ ഇൻഫർമേഷൻ ഇൻപുട്ട് ചെയ്യാനായിട്ടുള്ള ഡിവൈസസ് വേണം, അത് ഔട്ട്പുട്ട് എടുക്കാനായിട്ടുള്ള ഡിവൈസസ് വേണം. അതാണ് നമ്മളുടെ ഹാർഡ്വെയർ. ദീസ് കോമ്പോണൻസ് ആർ വാട്ട് വി കോൾ ഫങ്ഷണൽ യൂണിറ്റ്സ്. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ മോണിറ്റർ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഫോണിൽ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിലാവാം. അതൊരു ഫങ്ഷണൽ യൂണിറ്റ് ആണ്. അതെന്താണ്? ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. നിങ്ങൾ ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ കീബോർഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇൻഫർമേഷൻ ഇടുന്നത്. അത് എന്താണ്? നമ്മളുടെ ഇൻപുട്ട് യൂണിറ്റ് ആണ്. സോ ഓൾ ഓഫ് ദീസ് യൂണിറ്റ്സ് ദാറ്റ് ഡു ഡിഫറെന്റ് തിങ്സ്, ഈ ഡിഫറെന്റ് പർപ്പസസിനായിട്ടുള്ള യൂണിറ്റ്സ് നമ്മൾ എന്താ പറയാ? ഫങ്ഷണൽ യൂണിറ്റ് എന്നാണ് പറയാ. Now, hardware and software roles. So കമ്പ്യൂട്ടേഴ്സിന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഹാർഡ്വെയറും ആവശ്യമാണ്, സോഫ്റ്റ്വെയറും ആവശ്യമാണ്. ആൻഡ് ദീസ് ടു തിങ്സ് വർക്ക് ടുഗെദർ. അവർ പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ടാസ്ക് അച്ചീവ് ചെയ്യുന്നത്, ഈ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ ഓർഗനൈസേഷൻ എനേബിൾസ് എ സ്മൂത്ത് ഡേറ്റ ഫ്ലോ. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് ഡേറ്റ എത്തിക്കാനായിട്ടാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഡേറ്റ മൂവ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? അത് ഇൻപുട്ടിൽ നിന്ന് പ്രോസസ്സിംഗിലേക്ക് പോകണു, പ്രോസസ്സിംഗിൽ അത് തിരിച്ച് ഔട്ട്പുട്ടിലേക്ക് ആണ് വിടുന്നത്. So this computer organization refers to the structure of the hardware components. എന്ന് വെച്ചാൽ ഈ ഹാർഡ്വെയർ കോമ്പണൻസ് എങ്ങനെയാണ് നിങ്ങൾ ഓർഗനൈസ് ചെയ്ത് നോക്കുന്നത്, അവർ എങ്ങനെയാണ് പരസ്പരം കണക്ട് ആയിട്ടുള്ളത്, അവരുടെ ഓപ്പറേഷൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അവർ എങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഈ പ്രോഗ്രാം ഇൻസ്ട്രക്ഷൻസ് അവർ എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതാണ് നമ്മളുടെ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. സോ വാട്ട് ആർ ദ മെയിൻ ഫങ്ഷണൽ കാറ്റഗറീസ്? അപ്പോൾ ഒരു കമ്പ്യൂട്ടർ, അത് ഏത് കമ്പ്യൂട്ടർ ആണെങ്കിലും അതിനെ നമ്മൾക്ക് 3 ബ്രോഡ് കാറ്റഗറീസിലേക്ക് അത് വിഭജിക്കാൻ പറ്റും. അപ്പോൾ ഹാർഡ്വെയർ റിഫേഴ്സ് ടു ദ ഫിസിക്കൽ ആൻഡ് ടാഞ്ചിബിൾ കോമ്പോണന്റ്. ദ സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് പ്രോഗ്രാംസ്. ആൻഡ് തേർഡ് കോമ്പോണന്റ് എന്താണ്? ഒരു യൂസർ. ആ യൂസർ ഒരു മനുഷ്യനും ആവാം, ആ യൂസർ വേറൊരു കമ്പ്യൂട്ടറും ആവാം. റൈറ്റ്. സോ ഒരു കമ്പ്യൂട്ടർ വേറൊരു കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ATM സിസ്റ്റം, നമ്മൾ ബാങ്കിൽ പോയിട്ട് കുറച്ച് കാശ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ആ ATM ഒരു കമ്പ്യൂട്ടറാണ്. അതിന്റെ സ്വന്തം സോഫ്റ്റ്വെയർ ഉണ്ട്, സ്വന്തം ഹാർഡ്വെയർ ഉണ്ട്. ആ കേസിൽ ആ ATM ആണ് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസ് വിടുന്നതും ഔട്ട്പുട്ട് എടുക്കുന്നതും. So that user is that third category of function, and that user interacts with the computer using hardware via the software. അപ്പോൾ ആ ഹാർഡ്വെയർ യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്. ഫങ്ഷണൽ യൂണിറ്റ്സ്. സോ ഒരു കമ്പ്യൂട്ടറിന്റെ ഉള്ളിൽ നമ്മൾക്ക് ഫങ്ഷണൽ യൂണിറ്റ്സ് കാണാം. വി ഹാവ് ദ ഇൻപുട്ട് യൂണിറ്റ്, റൈറ്റ്, നമ്മളുടെ ഇൻസ്ട്രക്ഷൻസ് വിടാനായിട്ടുള്ളത്. ദി ഔട്ട്പുട്ട് യൂണിറ്റ് ദാറ്റ് ഹാൻഡിൽസ് ഡേറ്റ ട്രാൻസ്ഫർ. The ALU handles the actual calculations, addition, subtraction, multiplication എന്താണെങ്കിലും അത് ALU ഹാൻഡിൽ ചെയ്യും. The CPU and storage unit handle the processing and memory. അപ്പോൾ CPU എന്താണ്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ആൻഡ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇൻസ്ട്രക്ഷൻസും റിസൾട്ട്സും ഡേറ്റയും ഇതൊക്കെ ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ലേറ്റർ ആവശ്യത്തിനായിട്ട്. അപ്പോൾ അത് നമ്മൾ മെമ്മറി എന്നാണ് അതിനെ പറയാം. സോ ഇത് ഒരു സിമ്പിൾ ബ്ലോക്ക് ഡയഗ്രാം ആണ്, എങ്ങനെയാണ് ഈ കോമ്പോണൻസ് പരസ്പരം ഇന്ററാക്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളുടെ ഇൻപുട്ട് യൂണിറ്റ് ഉണ്ട്, അത് കമ്പ്യൂട്ടർ ഒരു കീബോർഡ് ആവാം, അതൊരു മൗസ് ആവാം, അത് ഒരു ടച്ച് സ്ക്രീൻ ആവാം, പല വഴികളുണ്ട് ഇൻപുട്ട് ചെയ്യാനായിട്ടുള്ളത്.
ആ ഇൻസ്ട്രക്ഷൻസ് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്യുന്നത് ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക് പോകണു. ആ കൺട്രോൾ യൂണിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരുടെ കൂടെയാണ്? നമ്മളുടെ സെക്കൻഡറി ആൻഡ് പ്രൈമറി സ്റ്റോറേജിന്റെ കൂടെയാണ്. സോ പ്രൈമറി സ്റ്റോറേജ് എന്നാണ് നമ്മളുടെ റാം, സെക്കൻഡറി സ്റ്റോറേജ് എന്നാണ് നമ്മളുടെ ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. അപ്പോൾ ഈ റാം എന്ന് പറയുന്നത് ആക്ടിവേറ്റ് ആയിരിക്കുന്നത് കമ്പ്യൂട്ടർ ഓൺ ആകുമ്പോൾ മാത്രമാണ്. കമ്പ്യൂട്ടർ ഓഫ് ആയി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ മുഴുവൻ ഇല്ലാണ്ടാവും. ദാറ്റ് ഇസ് വൈ വി കോൾ ഇറ്റ് വോളറ്റൈൽ മെമ്മറി. എന്ന് വെച്ചാൽ നമ്മൾ പവർ ഓഫ് ആക്കുകയാണെങ്കിൽ റാമിലത്തെ ഇൻഫർമേഷൻ അപ്പോൾ തന്നെ ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. പക്ഷേ സെക്കൻഡറി സ്റ്റോറേജ് എന്നാണ്, അത് പെർമനന്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങൾ പവർ ഓഫ് ആയാലും ഇല്ലാണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ത്രൂ ആണ് നമ്മളുടെ പ്രോഗ്രാം ആൻഡ് ഡേറ്റ നമ്മൾ ഈ കൺട്രോൾ യൂണിറ്റിലേക്കും ALUയിലേക്കും വിടുന്നത്. ഈ ALU ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് ടേക്സ് ഇൻഫർമേഷൻ ഫ്രം സ്റ്റോറേജ് ആൻഡ് ഇറ്റ് ടേക്സ് ഇൻഫർമേഷൻ ഫ്രം ദ കൺട്രോൾ യൂണിറ്റ്. ആ ഡേറ്റയാണ് ഫൈനലി ഔട്ട്പുട്ടിലേക്ക് നമ്മളുടെ പോണത്. അപ്പോൾ ഇവർ കമ്പൈൻഡ്, നമ്മളുടെ കൺട്രോൾ യൂണിറ്റും അരിത്മെറ്റിക് ലോജിക് യൂണിറ്റ് കമ്പൈൻ ആയിട്ടാണ് നമ്മൾ ഒരു CPU എന്ന് പറയുന്നത്. ആ CPUയിലാണ് നമ്മളുടെ പ്രോസസ്സിംഗ് വർക്ക് ഫുൾ നടക്കുന്നത്. ആ റിസൾട്ട്സ് സ്റ്റോർ ആവുന്നത് നമ്മളുടെ മെമ്മറിയിലാണ്. ആ റിസൾട്ട്സ് ആണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് വിടാൻ പോണത്. അപ്പോൾ ഈ കോമ്പണൻസിനെ പരസ്പരം ലിങ്ക് ചെയ്യാനായിട്ടുള്ള വഴികളാണ് നമ്മൾ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആർക്കിടെക്ചർ ജോൺ വോൺ നോയ്മൻ എന്ന് പറഞ്ഞിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാത്തമെറ്റീഷ്യനും കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിരുന്നയാൾ. അവർ 1945 ഈ ആർക്കിടെക്ചർ പബ്ലിഷ് ചെയ്തത്. ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് ദി ഫൗണ്ടേഷണൽ ഡിസൈൻ ഓഫ് മോഡേൺ കമ്പ്യൂട്ടേഴ്സ്. ഇന്ന് വേറെ ആർക്കിടെക്ചേഴ്സും ഉണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു കോമൺ ആയിട്ട് വേറെ ആർക്കിടെക്ചർ ഉള്ളത് ഹാർവർഡ് ആർക്കിടെക്ചർ ആണ്. പക്ഷേ ഫോർ ദ ഫസ്റ്റ് 20, 30, 40 years, most computers were using von Neumann architecture. So this is based on innovative stored program concept. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരു സിംഗിൾ പർപ്പസിന് മാത്രമല്ല കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാം നമ്മൾ അത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് കോമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം വേണമെങ്കിലും ഒരു കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു സിമ്പിൾ ബിസിനസ് കാൽക്കുലേറ്റർ ഒരു ഫുൾ കമ്പ്യൂട്ടർ അല്ല. കാരണം ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അതിനെ ഇല്ല. അതിന് ലോങ് ടേം പെർമനന്റ് സ്റ്റോറേജ് ഇല്ല. എൻ്റെ ഡേറ്റ ഞാൻ അത് ഓഫ് ആക്കുകയാണെങ്കിൽ ആ ഡേറ്റ അപ്പോൾ തന്നെ ഇല്ലാണ്ടാവുക ചെയ്യുന്നത്. അതിന് ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, അതിന് ഇൻസ്ട്രക്ഷൻസ് ലൂപ്പ് ചെയ്യാൻ പറ്റില്ല. അതിന് ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമിനാണ് നമ്മൾ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡേറ്റ ഷെയർ ദ സെയിം മെമ്മറി യൂണിറ്റ്. എന്ന് വെച്ചാൽ ഇതിലൊരു ഈ നമ്മളുടെ ഡാറ്റയ്ക്കും നമ്മളുടെ പ്രോഗ്രാമിനും സെപ്പറേറ്റ് ആയിട്ടുള്ള മെമ്മറികളില്ല. രണ്ടും സെയിം സ്പേസിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സോ ഇതാണ് നമ്മളുടെ ഒരു ബ്ലോക്ക് ഡയഗ്രം. സോ ഇവിടെ നമുക്ക് കാണാം ഒരു രണ്ട് ഡിഫറെന്റ് മെമ്മറി യൂണിറ്റ്സ് ഇവിടെ ഇല്ല. ഒരു സിംഗിൾ മെമ്മറി യൂണിറ്റിലാണ് നമ്മളുടെ ഇൻസ്ട്രക്ഷൻസും സ്റ്റോർ ആവുന്നത്, നമ്മളുടെ ഡാറ്റയും സ്റ്റോർ ആവുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു വലിയൊരു ഡേറ്റയുടെ ഒരു സെറ്റ് എനിക്ക് കിട്ടി എക്സൽ ഷീറ്റിൽ. ആ ഡേറ്റ സെറ്റ് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യണം വേറൊരു ഫോമിലേക്ക്. അതിനെ കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ പ്രോഗ്രാം എഴുതി. അപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരു സിംഗിൾ യൂണിഫൈഡ് മെമ്മറി ഉള്ളോ ആ മെമ്മറിയിൽ തന്നെയാണ്, ആ പ്രോസസർ മെമ്മറിയിൽ തന്നെയാണ് നമ്മളുടെ എക്സൽ ഷീറ്റും പോകാൻ പോണത്, നമ്മളുടെ പ്രോഗ്രാമും പോകാൻ പോണത്. ഇവർക്ക് രണ്ട് ഡിഫറെന്റ് മെമ്മറികൾ ഇല്ല. ഈ മെമ്മറി യൂണിറ്റ് നമ്മളുടെ CPU കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, പ്രോസസ്സിംഗ് ചെയ്യുന്നു. ആ ഇൻപുട്ട് എടുത്തിട്ട് അതിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നടത്തിയിട്ട് പിന്നെ അത് ഔട്ട്പുട്ടിലേക്കാണ് നമ്മളുടെ റിസൾട്ട് വിടുന്നത്. So fundamentals of input unit, they are used to feed data into a computer system. They accept raw data and instructions. They convert inputs into digital binary format, transfers encoded data to the processing unit. അപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യാം, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ലേസർ സ്കാനർ ഉണ്ട്. ആ സ്കാനറുടെ മുമ്പിലാണ് നമ്മൾ ബാർകോഡ് കാണിക്കുന്നത്. അപ്പോൾ അതെന്താണ്? ആ സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. എന്ന് വെച്ചാൽ ഈ ബാർകോഡിലുള്ള സിമ്പിൾസ് അത് നമ്പേഴ്സിൽ കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് അക്സെപ്റ്റിംഗ് റോ ഡേറ്റ. റോ ഡേറ്റ എന്താണ്? ഈ ലേസർ ഈ ബാർകോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഇൻഫർമേഷൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട് ആ സിസ്റ്റത്തിന്റെ, അത് റോ ഡേറ്റയാണ്. ഇൻസ്ട്രക്ഷൻ എന്താണ്? ആ പാറ്റേണിൽ നിന്ന് നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാം ഓൾറെഡി ആ ലേസർ സ്കാനറിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. So that converts the input into a digital binary format. എന്ന് വെച്ചാൽ ആ പാറ്റേൺ നമ്പേഴ്സ് കൺവേർട്ട് ചെയ്യുമ്പോൾ, ഞാൻ മുമ്പ് പറഞ്ഞത് എന്താണ്, കമ്പ്യൂട്ടേഴ്സിന് 1ഉം 0 മനസ്സിലാവുള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് എ ബൈനറി സിസ്റ്റം. എന്ന് വെച്ചാൽ ഈ നമ്പേഴ്സ് ഒക്കെ ഒരു ബൈനറി ഫോർമാറ്റിലേക്ക് അത് മാറ്റും. ആൻഡ് ദെൻ ദാറ്റ് സ്കാനർ വിൽ ട്രാൻസ്ഫർ ദാറ്റ് ഡേറ്റ ടു ദി പ്രോസസിംഗ് യൂണിറ്റ്. അവിടെയാണ് ആ ഒബ്ജക്റ്റ് എന്താണെന്നുള്ള ഇൻഫർമേഷനും അതിന്റെ പ്രൈസിംഗ് ഒക്കെ അവിടെയാണ് പ്രോസസ് ആയിട്ട് നമ്മൾക്ക് കിട്ടുന്നത്. പിന്നെ കീബോർഡ് ആൻഡ് മൗസ് ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും കോമൺ ഡിവൈസസ്. സ്കാനേഴ്സ്, നമ്മളുടെ ഷോപ്സിൽ ഇരിക്കുന്ന സ്കാനേഴ്സ് അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്കാനർ എന്താ ചെയ്യുന്നത്? ഒരു ഫിസിക്കൽ ഡോക്യുമെന്റിനെ അതൊരു ഡിജിറ്റൽ ഫയലാക്കി മാറ്റും. അപ്പോൾ നമ്മൾക്കൊരു
ഇമേജ് നമ്മൾക്ക് കൺവേർട്ട് ചെയ്യണമെന്ന് വെക്കുക. നമ്മളുടെ ഒരു മാഗസീനിൽ ഒരു ആർട്ടിക്കിൾ കണ്ടു, അല്ലെങ്കിൽ ഒരു ഇമേജ് കണ്ടു, ഒരു ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ എനിക്ക് ഡിജിറ്റൽ ഫോമിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഞാൻ അതിനായിട്ട് എന്താ യൂസ് ചെയ്യുക? സ്കാനറാണ് യൂസ് ചെയ്യുക. അങ്ങനെ തന്നെ ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ സൗണ്ട് ഒരു മൈക്രോഫോൺ ആണിത്. ഈ മൈക്രോഫോൺ എന്താ ചെയ്യുന്നത്? എൻ്റെ ഓഡിയോ സിഗ്നലിനെ അതൊരു ഡിജിറ്റൽ സിഗ്നലാക്കി മാറ്റാണ് ചെയ്യുന്നത്. അതാണ് പിന്നെ സ്റ്റോർ ആയിട്ട് നിങ്ങൾ ലേറ്റർ കേൾക്കാൻ പോണത്. അപ്പോൾ ബാർ കോഡ് റീഡേഴ്സ് ആൻഡ് ടച്ച് സ്ക്രീൻസ് ഓൾസോ അലൗ ഫോർ ക്വിക്ക് ഇൻപുട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ 95% ചാൻസ് അത് ടച്ച് സ്ക്രീൻ ഫോണാണ്. അപ്പോൾ ആ ടച്ച് സ്ക്രീനും എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ബാർ കോഡ് റീഡറും എന്താണ്? ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. സോ എവല്യൂഷൻ ഓഫ് ഇൻപുട്ട് മെത്തേഡ്സ്. അപ്പോൾ ഓവർ ടൈം എങ്ങനെയാണ് ഈ മെത്തേഡ്സ് മാറിക്കൊണ്ടിരുന്നത്? അപ്പോൾ ട്രഡീഷണൽ കീബോർഡ്സ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ യൂസ് ചെയ്തത് പഞ്ച് കാർഡ്സിന്റെ കൂടെ. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് പല ഡിഫറെന്റ് മെത്തേഡ്സ് ആണ്. നമുക്ക് ടച്ച് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഗൂഗിൾ അല്ലെങ്കിൽ അലക്സ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വോയിസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ചില ഗെയിംസ് കളിക്കുമ്പോൾ നമ്മളുടെ ഐസ് വരെ ട്രാക്ക് ആവുന്നുണ്ട്. അത് മാത്രമല്ല, വി ഹാവ് റീച്ച് ദ പോയിന്റ് വേർ നമ്മളുടെ തോട്ട്സ് ഡയറക്ട്ലി നമ്മൾക്ക് ആക്ഷനിലേക്ക് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും കാരണവശാൽ കൈ അല്ലെങ്കിൽ കാല് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോൾ പുതിയ എന്താ പറയാ ഡിവൈസസ് ഉണ്ട്. പുതിയ അവർക്ക് പ്രോസ്തറ്റിക് ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസസ് നിങ്ങൾ കയ്യിലേക്ക് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അവരുടെ തോട്ട്സ് കൊണ്ട് തന്നെ ഈ ആർട്ടിഫിഷ്യൽ കൈ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആ ടെക്നോളജി ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 years ആയി കഴിഞ്ഞു. അത് ഫുള്ളി മെച്യൂർ അല്ലെങ്കിലും കുറെ ലെവലിൽ അതിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ യു ക്യാൻ ക്ലോസ് യുവർ ഹാൻഡ്, യു ക്യാൻ ഓപ്പൺ യുവർ ഹാൻഡ്, യു ക്യാൻ ഹോൾഡ് ഒബ്ജെക്ട്സ്, ആൻഡ് വി ആർ ലിറ്ററലി യൂസിങ് അവർ തോട്ട്സ് ഇൻ ഓർഡർ ടു കൺട്രോൾ ഹാർഡ്വെയർ. അപ്പോൾ അതും എന്താണ്? ഒരു ഇൻപുട്ട് മെത്തേഡ് തന്നെയാണ്. ഇനി നമ്മൾ സംസാരിക്കുന്നു നമ്മളുടെ CPU പറ്റി. അപ്പോൾ നമ്മൾ പുറം ലോകത്തിൽ നിന്ന് ഇൻഫർമേഷൻ എടുത്തു, അത് നമ്മൾ ഒരു ബൈനറി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഈ ഇൻഫർമേഷൻ നമ്മൾ ഇനി എവിടേക്കാണ് വിടുന്നത്? ടു ദ സെൻട്രൽ പ്രോസസിംഗ് യൂണിറ്റ്. അപ്പോൾ നമ്മളുടെ കണ്ണുകൾ നമ്മളുടെ ഇൻപുട്ട് ഡിവൈസസ് ആണെങ്കിൽ നമ്മളുടെ ബ്രെയിൻ എന്താണ്? നമ്മളുടെ പ്രോസസിംഗ് യൂണിറ്റ് ആണ്. അവിടെയാണ് ഈ ഡേറ്റ പ്രോസസ്സിംഗ് ഉണ്ടാവുന്നത്. സോ ഇറ്റ് കൺട്രോൾസ് ദി ഫംഗ്ഷൻ ഓഫ് ഓൾ ദി അതർ ഇന്റേണൽ യൂണിറ്റ്സ്. എന്ന് വെച്ചാൽ എൻ്റെ ബോഡിയിൽ എൻ്റെ ബ്രെയിൻ ആണ് ഡിഫറെന്റ് ഫംഗ്ഷൻസ് കോർഡിനേറ്റ് ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ തന്നെ ഒരു CPU ആണ് ഒരു കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ യൂണിറ്റ്സിന്റെ കോർഡിനേഷൻ ആൻഡ് കൺട്രോൾ നടത്തുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൈക്രോ ചിപ്സ് കോൾഡ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്. അപ്പോൾ ആ സർക്യൂട്ട്സ് വളരെ ലോ പവർ ആവാം. നമ്മളുടെ ആറ്റ്മെഗ, ആർഡിവിനോ, ഇവരൊക്കെ ലോ പവർ ചിപ്സ് ആണ്. അവർ CPUs തന്നെയാണ്. നമ്മളുടെ വലിയ വലിയ സിസ്റ്റംസ് സിയോൺ, ഐറ്റേനിയം, ഇപ്പോൾ വരുന്ന പുതിയ ആർക്കിടെക്ചേഴ്സ്, ഇപ്പോൾ പുതിയ AI ആർക്കിടെക്ചേഴ്സ് വരുന്നത് അവരും CPUs തന്നെയാണ്. ഡിഫറൻസ് എന്താണ്? സൈസ് ഡിഫറൻസ് ഉണ്ട്, പവർ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ രണ്ട് കേസസിലും നടക്കുന്ന കാര്യങ്ങൾ സെയിം തന്നെയാണ്. They are taking input information and converting it into a new form. Next, CPU operations. So they work based on instructions given through programs. They fetch data and programs directly from memory. കാരണം എന്താ? ഇതിൽ data and programs same മെമ്മറിയിലാണ് സ്റ്റോർ ആവുന്നത്. Perform various arithmetic and logical operations. Store processed results back into the memory. സോ ഈ CPU എന്തൊക്കെയാണുള്ളത്? അതിലൊരു CU ഉണ്ട്, കൺട്രോൾ യൂണിറ്റ്. എന്ന് വെച്ചാൽ എപ്പോഴാണ് ഡാറ്റ എടുക്കേണ്ടത് മെമ്മറിന്ന്, അത് ഏത് ഡാറ്റ ആവണം, അത് ഏത് സീക്വൻസിലാവണം എന്നൊക്കെ ഡിസൈഡ് ആവുന്നത് കൺട്രോൾ യൂണിറ്റിലാണ്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഒരു കാൽക്കുലേഷൻ നടത്തണമെങ്കിൽ ഫസ്റ്റ് ഈ കാൽക്കുലേഷൻ നടത്തേണ്ടത് ഏത് നമ്പേഴ്സിലാണ് അത് ഞാൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഈ ഇൻസ്ട്രക്ഷൻ ഈ നമ്പേഴ്സിനെ ആഡ് ചെയ്യണം, ആ ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. ആ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിലത്തെ റിസൾട്ട് തിരിച്ച് മെമ്മറിയിലേക്ക് റൈറ്റും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു സീക്വൻസ് ആണ് ഓപ്പറേഷൻസിന്റെ, അല്ലേ? വൺ ആഫ്റ്റർ ദി അതർ. ആ സീക്വൻസ് എക്സാക്ട് ഓർഡറിൽ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ആ സീക്വൻസിങ് ആണ് നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് മാനേജ് ചെയ്യുന്നത്. ALU ഈ ഇൻസ്ട്രക്ഷൻസ് എടുക്കുന്നത് കൺട്രോൾ യൂണിറ്റിൽ നിന്നാണ്. അവിടെയാണ് നമ്മളുടെ അഡീഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, വാട്ട് എവർ ഇറ്റ് ഈസ് ഉണ്ടാവുന്നത് അവിടെയാണ്. പിന്നെ നമ്മൾക്ക് ഹൈ സ്പീഡ് മെമ്മറി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് CPU ഉള്ളിൽ. എന്ന് വെച്ചാൽ ആ മൂമെന്റിൽ ഉണ്ടാവുന്ന കാൽക്കുലേഷൻ ആവശ്യമുള്ള കാര്യങ്ങൾ അപ്പോൾ തന്നെ റെഡി റെഫറൻസിനായിട്ട് വെക്കുന്ന ഒരു മെമ്മറിയാണ് അത്. അത് CPU മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അത് വേറെ മെമ്മറിക്ക് ആക്സസ് തന്നെ ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് വാട്ട് വി കോൾ എ രജിസ്റ്റർ. അപ്പോൾ ഈ CPUസിൽ, ചെറിയ CPUസിൽ കുറച്ച് രജിസ്റ്റേഴ്സ് ആവും, വലിയ CPUസിൽ കുറെ രജിസ്റ്റേഴ്സ് ഉണ്ടാവാം. പക്ഷേ ദേ ആർ സ്പെസിഫിക്കലി ഫോർ ദ CPU's ഓൺ ജോബ്. അത് നമ്മളുടെ RAM അല്ലെങ്കിൽ ROM അല്ലെങ്കിൽ പെർമനന്റ് മെമ്മറി അല്ല. അത് CPUയുടെ ഉള്ളിൽ തന്നെ അതിന്റെ സ്വന്തം കാര്യത്തിനുള്ള മെമ്മറിയാണ്. ഈ കോമ്പോണൻസ് ആണ് പരസ്പരം വർക്ക് ചെയ്തിട്ട് ഒരു CPU ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇതാണ് നമ്മളുടെ പ്രോസസ്സർ. ഈ ഇത്ര പാർട്ട്, നമ്മളുടെ ഈ ഓറഞ്ച് സ്ക്വയർ ഉള്ളിൽ പാർട്ടാണ് നമ്മളുടെ പ്രോസസ്സർ.
അപ്പോൾ ഈ മെയിൻ മെമ്മറി അതിനുള്ളിൽ വരുന്നില്ല. മെയിൻ മെമ്മറി സ്റ്റോറേജ് ഫംഗ്ഷൻ ആണ് അതിനുള്ളത്, അതിന് പ്രോസസ്സിംഗ് ഫംഗ്ഷൻ ഇല്ല. പക്ഷേ ഈ മെയിൻ മെമ്മറി നിന്നാണ് അത് ഈ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് എടുക്കാൻ പോണത്. ഈ ഇൻസ്ട്രക്ഷൻസ് ആണ് പോയിട്ട് നമ്മുടെ രജിസ്റ്റേഴ്സിലേക്ക് സ്റ്റോർ ആവുന്നത്. അത് ഡാറ്റയും ആവാം, അത് പ്രോഗ്രാമും ആവാം. ആ പ്രോഗ്രാമും ഡാറ്റ ആണ് കൺട്രോൾ യൂണിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഏത് ഓർഡറിലാണ് നമ്മൾ അതിനെ എടുക്കേണ്ടതെന്ന്. അതെടുത്തിട്ട് ഈ ഓപ്പറേഷൻ നടന്നു കഴിയുമ്പോൾ ഈ കൺട്രോൾ യൂണിറ്റ് പറയും ഈ ഇൻഫർമേഷൻ ഔട്ട്പുട്ടിലേക്ക് വിടാൻ, അല്ലെങ്കിൽ നമ്മളുടെ മെയിൻ മെമ്മറിയിലേക്ക് അത് തിരിച്ച് കൊണ്ടുപോയി അപ്ഡേറ്റ് ചെയ്യാൻ. സോ കൺട്രോൾ യൂണിറ്റ് ഇറ്റ് ആക്ട്സ് ലൈക്ക് എ ട്രാഫിക് പോലീസ്മാൻ ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ. അപ്പോൾ നമ്മൾക്ക് ഒരു സിംഗിൾ പാത്വേ മാത്രമേ ഉള്ളൂ. നമ്മളുടെ വോൺ നോയ്മൻ ആർക്കിടെക്ചറിൽ ഒരു പാത്വേ മാത്രമേ ഉള്ളൂ ഡാറ്റയും ഇൻസ്ട്രക്ഷനുമായിട്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരു സമയത്ത് നമുക്ക് ഡേറ്റ എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ എടുക്കാൻ പറ്റും. രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്യാൻ പോകണില്ല. അപ്പോൾ ഏത് സമയത്ത് ഏത് ടൈപ്പ് ഇൻഫർമേഷൻ ആണ് നമ്മളുടെ സി പി യുലേക്ക് പോകേണ്ടത് അത് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മളുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. It directs the flow of data between different functional units, interprets the instructions found in computer programs, and coordinates the activities of the entire system. എന്ന് വെച്ചാൽ ഈ ഇൻസ്ട്രക്ഷന്റെ ബേസിസിൽ ഇപ്പോൾ എന്താണ് എനിക്ക് ആവശ്യമുള്ളത് ഈ പ്രോസസ്സറിലേക്ക് വിടാൻ എന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഡാറ്റ ആണോ ആവശ്യമുള്ളത്, എനിക്ക് അടുത്ത ഇൻസ്ട്രക്ഷൻ ആണോ ആവശ്യമുള്ളത്, ഇതൊക്കെ ഡിസിഷൻസ് ആണ്. ഈ ഡിസിഷൻസ് ഒക്കെ എടുക്കേണ്ട ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. എന്ത് ബേസിസിൽ? അടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ് അത് കണ്ടിട്ടാണ് സി യു ഡിസൈഡ് ചെയ്യുക ഇനി ഡാറ്റയുടെ ആവശ്യമാണോ ഉള്ളത് അതോ അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കേണ്ട ആവശ്യമാണോ ഉള്ളത്. ALU അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സിമ്പിൾ ആണ്. നമ്മളുടെ എന്തെങ്കിലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ അത് ഉണ്ടാവുന്നത് ഇവിടെയാണ്. അപ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ ഉണ്ടാവുന്നത് ALUലാണ്. ഇറ്റ് ഓൾസോ എക്സിക്യൂട്ട്സ് ലോജിക്കൽ ഓപ്പറേഷൻസ് ആൻഡ് കമ്പാരിസൺസ്. അപ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കണം. ഒരു കാൽക്കുലേഷന്റെ റിസൾട്ട് 5 കാർഡും മുകളിലാണെങ്കിൽ ഈ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്, 5 കാർഡും താഴെ ആണെങ്കിൽ ഒരു വേറെ ആക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതെന്താണ്? അത് വാല്യൂ കമ്പാരിസൺ ആണ്. അങ്ങനെ തന്നെ നമുക്ക് ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, ലോജിക്കൽ നോട്ട് ഉണ്ട്. അതൊക്കെ ഉണ്ടാവുന്നതും ALUയിൽ തന്നെയാണ്. സോ ഇറ്റ് ഈസ് മേക്കിംഗ് ദ ഡിസിഷൻസ് വിതിൻ ദി പ്രോസസർ. എന്ന് വെച്ചാൽ നമ്മൾ ഇനി അടുത്ത ആക്ഷൻ എന്താണ് എടുക്കേണ്ടത് ആ ആക്ഷൻ ഡിസൈഡ് ആയിട്ടാണ് ഈ കാര്യം അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരുടെ കൂടെ? കൺട്രോൾ യൂണിറ്റിന്റെ കൂടെ. CPU registers. അപ്പോൾ ഇവരെന്താണ്? ദീസ് ആർ സ്മോൾ ആൻഡ് ഫാസ്റ്റ് സ്റ്റോറേജ് ലൊക്കേഷൻസ് വിതിൻ ദ CPU. അപ്പോൾ ഇവർ മെമ്മറി ആണെങ്കിലും ഇവർ നമ്മളുടെ മെയിൻ ആ ഒരു മെമ്മറിയുടെ പാർട്ട് അല്ല. ഇവർ റാം അല്ല, ഇവർ നമ്മളുടെ സ്റ്റോറേജ് മെമ്മറിയും അല്ല. ഇത് CPU-യുടെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ട് ടെമ്പററി ആയിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാനുള്ള വളരെ ഹൈ സ്പീഡ് ഡാറ്റയാണ്. So they temporarily hold data during active processing, store the current instructions and memory addresses. They are essential for the CPU to perform operations quickly. അപ്പോൾ നമ്മളുടെ CPUസിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം ക്യാഷ് മെമ്മറി, വളരെ ഹൈ സ്പീഡ് മെമ്മറി CPU യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് എ CPU രജിസ്റ്റർ. Types of registers. So we have special purpose registers that are managing the CPU state and control. എന്ന് വെച്ചാൽ CPU അടുത്ത ആക്ഷൻ എന്താണ് എടുക്കണ്ടേ എന്നാണ് അവരുടെ purpose. Then we have general purpose registers for the programmer to use. അപ്പോൾ the programmer can directly control what is inside the GPRs. എന്ന് വെച്ചാൽ ജനറൽ പർപ്പസ് രജിസ്റ്ററിൽ എന്തൊക്കെ സ്റ്റോർ ആവണേ അത് നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് അവിടെ എന്താ സ്റ്റോർ ആവുന്നത് അത് CPU ആണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾക്ക് അതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റോളും ഇല്ല. സോ ദേ സ്റ്റോർ ടെമ്പററി ഡേറ്റ ആൻഡ് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ CPU ഓഫ് ആക്കുകയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ അപ്പോൾ തന്നെ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത്. Output units. So they convert data from digital format to a format we can understand. അപ്പോൾ നിങ്ങളൊരു ഫയൽ സ്റ്റോർ ചെയ്യാണ്, അത് ഇമേജ് ഫയൽ ആവാം, അത് ടെക്സ്റ്റ് ഫയൽ ആവാം, അത് വീഡിയോ ആവാം, അത് ഓഡിയോ ആവാം. പക്ഷെ അതെന്താണ്? അഗൈൻ 101010 അതിൻ്റെ ഒരു പാറ്റേൺ ആണ്. നമ്മൾക്ക് അതുകൊണ്ട് ഡയറക്റ്റ്ലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഫംഗ്ഷൻ. So it translates data into human readable information, right? And presents the final results after processing. Monitors and printers are standard output devices. അപ്പോൾ നമ്മളൊക്കെ എല്ലാതും റീഡ് ചെയ്യുന്ന സ്ക്രീനിലാണ്, അതൊരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മളുടെ സ്പീക്കേഴ്സ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്, നമ്മളുടെ LED പാനൽസ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്, പലതരം ഉണ്ട്. VDUs. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? വീഡിയോ ഡിസ്പ്ലേ യൂണിറ്റ്സ്. Projectors are used for large audiences and they provide the soft copy output to the user. Soft copy എന്താണ്? അവരൊരു ഡിജിറ്റൽ ഫയലാണ് യൂസേഴ്സിന് കാണിക്കുന്നത്. They display real time feedback from the computer. So നമ്മളുടെ CPUയുടെ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ ഡിസ്പ്ലേയിൽ ആ ഡിഫറൻസ് നമ്മൾക്ക് കാണാൻ പറ്റും. ഹാർഡ് കോപ്പി. അപ്പോൾ ഇതെന്തായിരുന്നു? സോഫ്റ്റ് കോപ്പി ആയിരുന്നു. പക്ഷെ ഒരു പ്രിന്റർ അല്ലെങ്കിൽ
ഒരു നമ്മളുടെ 3D പ്രിന്റേഴ്സ് ഇവർ രണ്ട് കേസിലും എന്താണ് ഉണ്ടാവുന്നത്, ഇവർ പെർമനന്റ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ റെക്കോർഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഒരു പെർമനന്റ് റെക്കോർഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ അതിനുവേണ്ടി പ്രിന്റിംഗ് യൂസ് ചെയ്യും. നമ്മൾക്ക് ഒരു ഡിവൈസ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു കോമ്പണന്റ് ഉണ്ടാക്കണം. അതിനുവേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുക? 3D പ്രിന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവരും എന്താണ്, ഔട്ട്പുട്ട് ഡിവൈസസ് തന്നെയാണ്. സ്റ്റോറേജ് യൂണിറ്റ്, അപ്പോൾ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? വി ഹാവ് ഡിസ്കസ്ഡ് ദി കൺട്രോൾ യൂണിറ്റ്, വി ഹാവ് ഡിസ്കസ്ഡ് ദി അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, വി ഹാവ് ഡിസ്കസ്ഡ് ദി രജിസ്റ്റേഴ്സ്. നാവ് ഈ ഇൻഫർമേഷൻ ഒക്കെ സ്റ്റോർ ചെയ്യണം, എടുക്കാനായിട്ടും ഇടാനായിട്ടും. അതെന്താണ് നമ്മളുടെ മെയിൻ മെമ്മറി സ്റ്റോറേജ് യൂണിറ്റ് ആണ് നമ്മളുടെ. സോ ദിസ് ഹോൾഡ്സ് ദി ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ പ്രോസസിംഗ് ബിഗിൻസ്. ഇറ്റ് സ്റ്റോർസ് ദി ഫൈനൽ റിസൾട്ട്സ് ആഫ്റ്റർ പ്രോസസിംഗ് ഇസ് കംപ്ലീറ്റ്. അപ്പോൾ ഇതൊരു ടെമ്പററി മെമ്മറി അല്ല, ഇത് പെർമനന്റ് മെമ്മറി ആണ്. It is required both for temporary and permanent storage. Data is again physically stored as ones and zeros. എന്നുള്ള മോഡേൺ ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നിങ്ങൾക്ക് ഡേറ്റ കിട്ടാൻ പോകുന്നത് എങ്ങനെയാണ്? ഒരു 1 and 0യുടെ ഒരു സീക്വൻസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. Basic units of memory. Binary digits 0 and 1 are called bits. A combination of 4 bits is called a nibble. An 8-bit combination is called a byte. And memory size is measured in this hierarchy of units. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏറ്റവും ചെറിയ ഇൻഫർമേഷൻ്റെ നമ്മളുടെ ഒരു കോമ്പണന്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ പഠിക്കാറുണ്ട് ഓൾ മാറ്റർ ഇസ് മെയ്ഡ് ഫ്രോം ആറ്റംസ്. അപ്പോൾ ഇൻഫർമേഷൻ നമ്മൾക്ക് അങ്ങനെ പൊട്ടിക്കാൻ പറ്റും. പൊട്ടിച്ച് ഫർദർ പൊട്ടിക്കാൻ പറ്റാത്തൊരു ലെവൽ എത്തുമ്പോഴാണ് അത് ബിറ്റായി മാറുന്നത്. അപ്പോൾ ഒരു ബിറ്റ് എന്താണ്? അതിന് 0 ആവാൻ പറ്റും, അല്ലെങ്കിൽ അതിന് 1 ആവാൻ പറ്റും. 2 സ്റ്റേറ്റ്സ് അതിന് പോസിബിൾ ആയിട്ടുള്ളൂ. അത് കാരണം നമ്മളിതിനെ ബൈനറി സ്റ്റേറ്റ് എന്ന് പറയണത്. അപ്പോൾ നമ്മൾ 4 ബിറ്റ് വെച്ചിട്ട് ഇൻഫർമേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു നിബിളാണ്. 8 ബിറ്റ്സ് ആണെങ്കിൽ അതൊരു ബൈറ്റ് ആണ്, BYTE. സോ നമ്മൾ മെമ്മറി സൈസ് മെഷർ ചെയ്യുന്നത് ഈ യൂണിറ്റിലാണ്. നമ്മൾ മാസ് മെഷർ ചെയ്യുന്നത് കിലോസിലാണ്, നമ്മൾ ലെങ്ത് മെഷർ ചെയ്യുന്നത് മീറ്റേഴ്സിലാണ്. അങ്ങനെ തന്നെ നമ്മൾ ഇൻഫർമേഷൻ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ബൈറ്റ്സും നിബിൾസിലും ഒക്കെയാണ്. അപ്പോൾ ഒരു കിലോ ബൈറ്റ് നമ്മളുടെ 1000 ബൈറ്റ് അല്ല, അത് 1024 ബൈറ്റ് ആണ്. അങ്ങനെ തന്നെ ഒരു മെഗാബൈറ്റ് എത്രയാണ്? 1000 കിലോ ബൈറ്റ് അല്ല, 1024 കിലോ ബൈറ്റ്സ് ആണ്, ആൻഡ് സോ ഓൺ. അപ്പൊ ഇവിടെ നമ്മളുടെ കൺവേർഷൻ ഉണ്ടാവുന്നത് 1000ന്റെ ഇതിലല്ല. എന്ന് വെച്ചാൽ നമ്മൾ നോർമലി കൺവേർട്ട് ചെയ്യുന്നത് 1 കിലോഗ്രാം എത്രയാണ്? 1000 ഗ്രാംസ് ആണ്. 1000 കിലോഗ്രാംസ് എത്രയാണ്? 1 ടൺ ആണ്. പക്ഷെ ഇവിടെ കൺവേർഷൻ എന്താണ്? നമ്മളുടെ 1024. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 1024 is an exponent of 2. സോ ഇവിടെ നമ്മുടെ ഡെസിമൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് 10ന്റെ എക്സ്പോണന്റിലാണ്. 10 to the power 1 is 10, 10 to the power 2 is 100, 10 to the power 3 is 1000. പക്ഷെ ഇതൊരു ബൈനറി സിസ്റ്റം ആയ കാരണം ഇവിടെ 2ന്റെ എക്സ്പോണന്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുക. 2, 4, 8, 16, 32, 64 അങ്ങനെയാണ് നമ്മൾ പോണത്. അതിലാണ് നമ്മൾക്ക് ഇത് ഈ 1024 ഫിഗർ കിട്ടുന്നത്. അഡ്വാൻസ് മെമ്മറി യൂണിറ്റ്സ് വളരെ വളരെ വലിയ യൂണിറ്റ്സ് ആണ്. അപ്പോൾ 1 പെറ്റബൈറ്റ് എത്രയാണ്? 1024 ടെറാബൈറ്റ്സ്. ഒരു എക്സബൈറ്റ് എത്രയാണ്? 1024 പെറ്റബൈറ്റ്സ്, ആൻഡ് സോ ഓൺ. അപ്പോൾ ഒരു യോട്ടോബൈറ്റ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ വളരെ വളരെ വലിയ ഇൻഫർമേഷന്റെ അമൗണ്ട്സ് ആണ്. ദാറ്റ് ഈസ് 1024 zettabytes. So primary storage, this is also called the internal memory. This is accessible by the CPU. It is used for short-term data storage. This includes the RAM, ROM and high-speed cache memory. അപ്പോൾ ഇത് ടെമ്പററി ആയിട്ടുള്ള RAM ആണ്, ജസ്റ്റ് ഫോർ ദ CPU's യൂസ്, റൈറ്റ്? അപ്പോൾ ഇത് നമ്മൾ പവർ ഓഫ് ആക്കി കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ഓഫ് ആവാണ് ചെയ്യുന്നത്. അതിലത്തെ ഇൻഫർമേഷൻ ഫുൾ ഇല്ലാണ്ടാവാണ് ചെയ്യുന്നത്. Random access memory is the most common primary storage. It holds data and programs in active use, provides high-speed read and write access. It is also volatile and loses data when power is off. അപ്പോൾ നമ്മൾക്ക് ഈ സമയത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമ്മൾ ഏതൊക്കെ പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ ഇൻപുട്ട് വേണം, എന്തൊക്കെ ഔട്ട്പുട്ട് വേണം, അതൊക്കെ സ്റ്റോർ ആവുന്നത് എവിടെയാണ്? റാമിലാണ്. അത് ഫാസ്റ്റ് ആണ്, പക്ഷെ വോളറ്റൈൽ ആണ്. എന്ന് വെച്ചാൽ പവർ ഓഫ് ആയി കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ കംപ്ലീറ്റ്ലി ഇല്ലാണ്ടാവും. റീഡ് ഓൺലി മെമ്മറി എന്താണ്? അത് നോർമലി വളരെ ചെറുതാണ്. അതിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, പ്രോഗ്രാംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് കണ്ടെയ്ൻസ് ദി ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. എന്ന് വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ ഓൺ ആവുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അത് നമ്മൾ സ്റ്റോർ ചെയ്യുള്ളൂ. ഇറ്റ് വിൽ ഹാവ് നെസസറി ഫേംവെയർ. ഫേംവെയർ എന്താണ്? ഈ റോമിൻ്റെ ഉള്ളിൽ സ്റ്റോർ ആവണ പ്രോഗ്രാം നമ്മൾ ഫേംവെയർ എന്നാണ് പറയാ. ഇറ്റ് കണ്ടെയ്ൻസ് ദി ഫേംവെയർ ഫോർ സ്റ്റാർട്ടിംഗ് ദ കമ്പ്യൂട്ടർ. ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ ആൻഡ് റീറ്റെയിൻസ് ഡേറ്റ without power. The booting process, it is initiated when the computer power button is pressed. Bootloader program goes into ROM, loads the operating system from secondary storage and transfers the operating system directly into RAM. നമുക്കിതൊന്ന് മനസ്സിലാക്കാം.
നമ്മളപ്പോൾ പവർ ബട്ടൺ പ്രസ് ചെയ്ത സമയത്ത് നമ്മളുടെ കമ്പ്യൂട്ടർ ഓൺ ആയി കഴിഞ്ഞു, പക്ഷെ അതിൽ പ്രോഗ്രാം ഒന്നുമില്ല, റാമിൽ ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല. ആദ്യം വരുന്നത് ആരാണ്? റോമിലത്തെ സ്റ്റോർഡ് പ്രോഗ്രാം ആണ് ഏറ്റവും ആദ്യം സ്റ്റാർട്ട് ആവുന്നത്. അത് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് അത് ഒരു പ്രീ ഡിഫൈൻഡ് മെമ്മറി ലൊക്കേഷനിൽ നിന്ന് നമ്മളുടെ റോമിലത്തെ ഒരു ലൊക്കേഷനിൽ നിന്ന് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യും പ്രോഗ്രാമിന്റെ എക്സിക്യൂഷനിന്റെ. അവിടെ നിന്നാണ് പിന്നെ നമ്മളുടെ ബയോസ് ആക്ടിവേറ്റ് ആവുന്നത്, നമ്മളുടെ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പോൾ ഒരു ബയോസ് പ്രോഗ്രാം എന്താ ചെയ്യുന്നത്? അതൊരു ടെസ്റ്റ് നടത്തും. പവർ ശരിക്കും കിട്ടുന്നുണ്ടോ, നമ്മളുടെ ഹാർഡ് ഡ്രൈവ് ശരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, നമ്മളുടെ റാം ശരിക്കും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, ബാക്കി ഡിവൈസസ് ശരിക്കും സിഗ്നൽസ് ഒക്കെ വിടുന്നുണ്ടോ. സിഗ്നൽസ് ശരിക്കും വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് ആക്ടിവേറ്റ് ഫർദർ, അത് എന്താ പറയുക, അതിന്റെ പ്രോസസ്സ് അവർ തുടങ്ങും. പവർ ഓൺ സെൽഫ് ടെസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് നോർമൽ ആയിട്ട് സ്റ്റാർട്ടപ്പിലേക്ക് പോവാം. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ബൂട്ടിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു എറർ മെസ്സേജ് തരും, ഈ കമ്പ്യൂട്ടർ ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, അതിന്റെ കാരണം സോ ആൻഡ് സോ എന്നാണെന്ന്. അപ്പോൾ ഇതിനാണ് നമ്മൾ ബൂട്ട് സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഇൻ ഫർദർ സെഷൻസ് വി വിൽ ലുക്ക് അറ്റ് ദീസ് തിങ്സ് ഇൻ മോർ ഡീറ്റെയിൽ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ആൻഡ് ഐ വിൽ സീ യു സൂൺ.